പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇടുക്കി ജില്ലയിലുണ്ടായിട്ടുള്ള ഇതിന് സമാനമായിട്ടുള്ള ഈ വിഷയവും ഇതിന് സമാനമായിട്ട് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്കെതിരായിട്ടുള്ള ഉത്തരവുകൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൽ കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഈ കോടതി ഇങ്ങനെയൊരു ഉത്തരവ് പറയേണ്ടി വരുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിക്ക് മുമ്പാകെ ഹാജരാകുന്ന ആരാ? ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ വക്കീലന്മാരാണ് ഹാജരാകുന്നത്. ആ ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാരുടെ നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരാണ്. ആ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് കോടതിയിൽ ഇവർ ഹാജരാക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലാണ് അവിടെ കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് മലയാറ്റൂർ റിസർവാണ്, ഇത് വനമാണ്, ഇവിടുത്തെ മരം വെട്ടാൻ പാടില്ല. ആരാ പറഞ്ഞിരിക്കുന്നത്? അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വേണ്ടി പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന് വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇവരാരും അറിയാണ്ടാണോ? പിന്നെ എന്തിനാ ഇവർ കസേരയിരിക്കുന്നത്? പിണറായിക്ക് ഇവിടെ ഇരിക്കാൻ യോഗ്യതയുണ്ടോ? ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുണ്ടല്ലോ, റോഷിയുണ്ടല്ലോ, ഇവരാരും അറിയുന്നില്ലേ? ഗവൺമെന്റ് ഒന്നും അറിയുന്നില്ലേ? ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇടുക്കിയിലെ ജനങ്ങളെ കഴിഞ്ഞ 9 വർഷത്തിലേറെയായി ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിലും ഇതുപോലുള്ള വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നിരന്തരമായി ജനങ്ങളെ വേട്ടയാടുന്ന, ദ്രോഹിക്കുന്ന ഈ ജില്ല വിട്ട് ഇവിടുന്ന് ജനജീവിതം, ഇവിടുന്ന് താമസം മാറത്തക്ക നിലയിലുള്ള ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് ഓരോ പ്രവർത്തനം നടത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ കോടതിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് CPM-ഉം LDF-ഉം നടത്തുന്ന സമരം വെറും കാപട്യമാണ്, വെറും ജനങ്ങളെ കബളിപ്പിക്കാനുള്ള കാപട്യമാണ്. ആത്മാർത്ഥതയുടെ ഒരു അംശം പോലും ഇതിൻ്റെത്തില്ല. ഉണ്ടെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് ശരിയായ സത്യവാങ്മൂലം കൊടുപ്പിക്കുക ചെയ്യേണ്ടത്. ഇവിടെ കോടതി 2 പ്രാവശ്യം അനുകൂലമായ വിധി കൊടുത്തല്ലോ. ഒരു സ്കൂൾ കുട്ടി പോയപ്പോൾ വിധി കിട്ടിയല്ലോ. അതിനുശേഷം ഗവൺമെന്റ് പറഞ്ഞല്ലോ, മലയാറ്റൂർ റിസർവ് ആണെങ്കിൽ റിസർവിന്റെ ആ സ്റ്റാറ്റസ് മാറ്റി റവന്യൂവിന് ഈ ഭൂമി കൈമാറാമല്ലോ, നോട്ടിഫൈ ചെയ്യാമല്ലോ. എന്താ ഗവൺമെന്റ് ചെയ്യേണ്ടത്? ആ അധികാരമെല്ലാം ഗവൺമെന്റിനുണ്ടായിട്ടും ഗവൺമെന്റ് അധികാരമെടുക്കാതെ ഇത് സർക്കാരിന് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാരെ ചുമതലപ്പെടുത്തി ഗവൺമെന്റിന്റെ താല്പര്യം ഇന്നതാണ് എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഗവൺമെന്റ് വക്കീലന്മാരും കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ചീഫ് ജസ്റ്റിസ് അല്ല ആര് വിചാരിച്ചാലും ഈ ജനങ്ങൾക്കെതിരായ ഉത്തരവേ തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കോടതിയല്ല ഇതിന്റെ അകത്ത് പ്രതി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാരും ആ മന്ത്രിമാരുടെ ഉത്തരവ് പാലിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമാണ്. അവരാണ് ഇതിന് സമാധാനം പറയേണ്ടത്. BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റും ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കോടതി. അയാൾ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. തൊടുപുഴയിൽ അസംബ്ലി മത്സരിച്ച ആളാണ്. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടുക്കി പാർലമെന്റിൽ മത്സരിച്ച ആളാണ്. ദേശീയ തലത്തില് BJP-യുടെ പല ഇതുമായി ബന്ധപ്പെട്ട മൃഗസംരക്ഷണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ബോർഡുകളിലൊക്കെ അംഗമാണ് അദ്ദേഹം പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഇത്തരം ചില സംഘടനകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ പോലും നിലവിലുണ്ട്. കോടിക്കണക്കിന് രൂപ ഇത്തരമുള്ള പ്രസ്ഥാനങ്ങൾക്ക് സഹായം പലയിടത്തു നിന്ന് കിട്ടുന്നുണ്ട്. ആ സഹായം വാങ്ങിക്കൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഉപദ്രവിക്കുന്നത്. ഇവിടെ ജയചന്ദ്രന് പൂർണ്ണ പിന്തുണ നൽകുന്നത് വനംവകുപ്പാണ്. അപ്പോൾ വനംവകുപ്പിന്റെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിൽ പ്രത്യേക ക്ഷണിതാവായി ക്ഷണിച്ചിരുന്നത് BJP ജില്ലാ പ്രസിഡന്റായിരുന്ന ജയചന്ദ്രനെയാണ്. എന്ത് ബന്ധായത്? ആരും അറിയുന്നില്ലേ? മന്ത്രി അറിയുന്നില്ലേ? CPM അറിയുന്നില്ലേ? BJP-യുടെ ജില്ലാ പ്രസിഡന്റും പാർലമെന്റ് സ്ഥാനാർത്ഥിയും അസംബ്ലി സ്ഥാനാർത്ഥിയുമായിരുന്ന ഒരു വ്യക്തിയെ വനം വകുപ്പിന്റെ ഔദ്യോഗിക പരിപാടിയിൽ തിരുവനന്തപുരത്ത് ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിക്കാൻ എന്താ ഇവരാരും അറിയാണ്ടിരിക്കുന്ന? ഇതൊക്കെ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ്, നല്ല കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടാണ് ഈ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാൻ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരായി ഈ നാട്ടിലെ ജനങ്ങളെ ശക്തമായി അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു. ആ പോരാട്ടം ഞങ്ങൾ തുടരും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.